മമതാ ബാനർജിയെ നോക്കൂ. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ അവരെ ഏതാണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതിന് അവരുടേതായ പ്രത്യേക കാരണങ്ങളുണ്ട്. തൃണമൂൽ കോൺഗ്രസ്സിൽ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി സ്വന്തം അമ്മായിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുക. ആ പാർട്ടിയിലെ വലിയൊരു സംഘം, സൗഗത റോയി അടക്കമുള്ള, കല്യാൺ ബാനർജി അടക്കമുള്ള ഒരു വലിയ നേതൃസംഘം ഇപ്പോൾ ഈ അഭിഷേക് ബാനർജിയുടെ കൂടെ 70 വയസ്സ് കഴിഞ്ഞാൽ അധികാരം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം അനന്തരവന് കൈമാറണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവർക്കവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സംഭവം ഉണ്ടായപ്പോൾ, അതായത് റേപ്പ് ആൻഡ് മർഡർ ഓഫ് എ ട്രെയിനി ഡോക്ടർ, അന്ന് ഈ അഭിഷേക് ബാനർജി മമതാ ബാനർജിക്കെതിരായിട്ടുള്ളൊരു ശക്തമായ നിലപാടെടുക്കുകയാണ് ഉണ്ടായത്. അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അവർ നടത്തിയ റാലികളിലോ പൊതുയോഗങ്ങളിലോ പ്രകടനങ്ങളിലോ ഒന്നും അദ്ദേഹം പങ്കെടുത്തു പോലുമില്ല. ഗവൺമെൻറ് എടുത്ത നടപടികളെ നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. അത് മാത്രമല്ല, അവർക്ക് പണ്ടേ ദേശീയ രാഷ്ട്രീയത്തിലൊരു കണ്ണുള്ളതാണ്. അപ്പോൾ അവരിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം തനിക്ക് ലഭിക്കുകയാണെങ്കിൽ അതുപയോഗിച്ച് പശ്ചിമ ബംഗാളിൽ സ്വന്തം അനന്തരവനായ അഭിഷേക് ബാനർജി ഒന്ന് ഒതുക്കാൻ പറ്റും. കാരണം ഇന്ത്യ മുന്നണിയുടെ നേതാവാണല്ലോ, ആ ഒരു പദവി ലഭിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാം. അവർ പറയുന്നത്, ഞാൻ കൽക്കത്തയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിക്കാമെന്നാണ്. അതിൻ്റെയൊക്കെ പ്രായോഗികതയൊക്കെ മറ്റ് ചില വിഷയങ്ങളാണ്. ഇനി അഭിഷേക് ബാനർജിയോട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനമുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ അവരുടെ ഭാഗ്യം പരീക്ഷിക്കാനും പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന ആ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് 7 സീറ്റുകളിൽ ജയിക്കാനായി. അത് മുൻനിർത്തിയാണ് അവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ പരോക്ഷമായിട്ട് അഭിപ്രായം പറയുകയും പകരം ഞാൻ നേതാവാകാം എന്ന് ചില നിർദ്ദേശം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്ന് മമതാ ബാനർജി പറയുമ്പോൾ, വാസ്തവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിനുണ്ടായിരുന്ന വലിയ സാധ്യതകൾ തച്ചുടച്ചതും അവരാണെന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. അന്ന് JDU നേതാവ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. പട്നയിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യ യോഗം ചേരുന്നത്. അന്ന് എല്ലാ കക്ഷികളും ഈ സഖ്യത്തിൻ്റെ കൺവീനറായി നിതീഷ് കുമാറിനെ നിർദ്ദേശിച്ചതാണ്. എല്ലാവരും അത് സമ്മതിച്ചതാണ്. പക്ഷെ നിർണായകമായ യോഗത്തിൽ മമതാ ബാനർജി ക്ഷുഭിതയാവുകയും നിതീഷ് കുമാറിനെ കൺവീനറാക്കുകയാണെങ്കിൽ ഞാൻ സഖ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഞാൻ ആ സഖ്യത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു കടുത്ത നിലപാട് എടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നിതീഷിനെ കൺവീനർ സ്ഥാനത്ത് വയ്ക്കാതിരുന്നത്. അതേ തുടർന്ന് അദ്ദേഹം പിണങ്ങി വീണ്ടും BJPയിലേക്ക് മടങ്ങിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിതീഷ് കുമാർ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഇങ്ങനെയാവുമായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ സഖ്യം ഇന്ത്യ ഭരിക്കുമായിരുന്നു. ആശയപരമായി യോജിപ്പുള്ള കക്ഷികൾ ചേർന്നുള്ള ഒരു മുന്നണി, അതുപോലെയൊന്നും അല്ല വാസ്തവത്തിൽ ഇന്ത്യ സഖ്യം. അത് സമ്മതിക്കാതെ തരവില്ല. ഒരു കൺവീനിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് BJPക്കെതിരായിട്ടൊരു ഐക്യനിര ഉണ്ടാവണം, ഒരു കൂട്ടുകെട്ട് വേണം. അതിൻ്റെ പേരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് വേണ്ട 1 മാസം മുമ്പോ മറ്റോ ഉണ്ടായ ഒരു സംവിധാനമാണ് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. അതിൽ NCPയും തൃണമൂൽ കോൺഗ്രസും അല്ലാത്ത മറ്റെല്ലാ കക്ഷികളും 1947 ശേഷം ശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരം, അതായത് മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്ന ചിന്ത അവരുടെ രാഷ്ട്രീയ ലൈൻ വെച്ച് പുലർത്തിയിരുന്ന ആളുകളാണ്. അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്മുറക്കാരായ ഇപ്പം JDU ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ RJD ആവട്ടെ, SP ആവട്ടെ, ഈ വക പാർട്ടികളെല്ലാം ഇടതുപക്ഷ കക്ഷികളും ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. തുടക്കം മുതലേ കോൺഗ്രസ് വിരുദ്ധ മനോഭാവം പുലർത്തുന്ന പാർട്ടികളാണ്. ഈ മുന്നണിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കോൺഗ്രസ് ഒഴികെ മറ്റെല്ലാ പാർട്ടികളും പ്രാദേശിക കക്ഷികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ NCP പോലും, കേരളത്തിലെ ഒരു മന്ത്രിയുണ്ട്, 2 MLAമാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ആ പാർട്ടിയില്ല, UPക്ക് പുറത്ത് SP ഇല്ല. മമതാ ബാനർജിയുടെ പാർട്ടി പശ്ചിമ ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഉദ്ധവ് താക്കറെയുടെ ശിവസേന അത് മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതെല്ലാം അതത് സംസ്ഥാനങ്ങളിൽ ശക്തരായിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ. അപ്പം അവർ തമ്മിലൊക്കെയുള്ള നയപരമായ ഐക്യം, ആശയപരമായ ഐക്യം, പാർലമെന്റിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അത് സംബന്ധിച്ച പ്രയോറിറ്റിയിന്മേലുള്ള ഐക്യം, അതൊക്കെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മുന്നണിയുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തമ്മിൽ ഭിന്നത ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല. വാസ്തവത്തിൽ ഈ സഖ്യകക്ഷികൾക്ക് പോലും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയിൽ അല്പം ഇഷ്ടക്കേടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഒരു പുതിയ നേതൃത്വത്തെപ്പറ്റി ആലോചിക്കാനൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി തോറ്റത് കോൺഗ്രസ് കാരണമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ തലയിൽ വയ്ക്കുക? അവിടെ NCP, ശരത് പവാർ, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ, അദ്ദേഹത്തിൻ്റെ ശിവസേന, ആ പാർട്ടികളെ BJP പിളർത്തി. അങ്ങനെയാണല്ലോ ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടായത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ എന്താ കണ്ടത്? അണികൾ മുഴുവൻ ഷിൻഡെയുടെ കൂടാണ്, അണികൾ മുഴുവൻ അജിത് പവാറിൻ്റെ കൂടാണ്, ഉദ്ധവ് താക്കറയുടെ കൂടെ അല്ല, ശരത് പവാറിൻ്റെ കൂടെ അല്ല. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ എതിർപക്ഷം BJP മുന്നണി തൂത്തുവാരുകയാണ് ചെയ്തത്. അതിനെങ്ങനെയാണ് കോൺഗ്രസ് ഉത്തരവാദിത്വം പറയേണ്ടി വരിക? കോൺഗ്രസ് അല്ലാതെ ഈ സഖ്യത്തെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നയിക്കാൻ പറ്റിയ പാർട്ടി ഏതാണുള്ളത്? പറഞ്ഞല്ലോ, രണ്ടാമതൊരു സംസ്ഥാനത്ത് സ്വാധീനമുള്ള ഒരു പാർട്ടി ഏതാണ്? ഏത് ഒരു നേതാവാരാണ്? രാഹുൽ ഗാന്ധി അല്ലാതെ. കഴിഞ്ഞ 10 വർഷങ്ങളിൽ മോദിക്കെതിരെ ഏറ്റവും ശക്തമായ പ്രചാരണം, കാമ്പയിൻ നടത്തിയ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര, അദ്ദേഹം ഉന്നയിച്ച വിവിധ വിഷയങ്ങൾ, ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ലോകസഭാംഗത്വം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം BJPക്കും മോഡിക്കുമെതിരായിട്ട് പോരാട്ടം നടത്തിയത്. അദ്ദേഹത്തിലുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ നേതൃ മികവും കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജി വന്നാൽ ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിപ്പെടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം അത്ര ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നടുനായകത്വം വഹിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 2 പ്രധാനമന്ത്രിമാർ, ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത 2 പ്രധാനമന്ത്രിമാർ, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അതിൻ്റെ പിന്മുറക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നതെങ്കിൽ അതെങ്ങനെ സാധിക്കും? ഇതേ BJP എടുക്കുന്ന അടവിൻ്റെ ഒരു മറുവശം തന്നെയല്ലേ വാസ്തവത്തിൽ? ആലോചിച്ചു നോക്കൂ. അവരിപ്പോൾ രാജ്യദ്രോഹിയായിട്ട് അല്ലെങ്കിൽ രാജ്യത്തെ വഞ്ചിച്ചവനായിട്ട് രാഹുൽ ഗാന്ധിയെ ചിത്രീകരിച്ചുകൊണ്ട്, അതായത് ഈ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ പിന്മുറക്കാരനെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃപദവിയിൽ നിന്ന് മാറ്റി മമതാ ബാനർജി അത് ഏറ്റെടുത്ത് ഗംഭീരമാക്കുമെന്നൊക്കെ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്?